ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ്. ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നും അവർ പറയുകയാണ്. അതാണിപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഒമ്പിച്ച മാറ്റം എന്നാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്നല്ലേ പറയേണ്ടതുള്ളൂ. പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ്, തിരുത്തുന്നത് നല്ലതാണ്. ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കേരളം ഇപ്പോൾ കാണുന്ന എല്ലാ ഡെവലപ്മെൻറ്റുകളും ഇപ്പോൾ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ആയി ഞങ്ങൾ കൊടുത്തതാണ്. അന്നും പശുവിനെ കൊണ്ടുപോകുന്ന പ്രശ്നം പറഞ്ഞു. ഇപ്പോൾ അത് പറയില്ല. അത് അവർക്ക് വന്ന മാറ്റമാണ്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് തീരെ പാടില്ല. അതിനാണ് ആ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിനെതിരായിട്ടാണ് ആ വലിയ സമരമൊക്കെ ഉണ്ടായത്. പക്ഷേ എത്ര എഞ്ചിനീയറിംഗ് കോളേജാണ് പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ ആൻ്റണി ഗവൺമെൻറ് കാലത്ത്. അതിന് ശേഷമല്ലേ ഇതൊക്കെ വന്നത്. സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അന്നല്ലേ ആദ്യമായി സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങിയത്. അപ്പോൾ വമ്പിച്ച കുതിപ്പ് ഉണ്ടാക്കിയത് അതാത് കാലത്ത് വന്ന UDF ഗവൺമെൻറ്റുകളാണ്. ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ നയം തന്നെ ഇടിച്ച് പൊളിക്കലായിരുന്നു. റിസോർട്ടുകളൊക്കെ പൊളിച്ചിരുന്നൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, വലിയ JCB പോയിട്ട്. അതായിരുന്നു ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ നയം. ഒരിക്കലും പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവായ ഒരു നയം എടുക്കാൻ വൈകിയതാണ്. കാലാകാലങ്ങളിൽ നയം മാറ്റത്തിന് അനുകൂലം ആവാത്തതാണ്. ഇടതുപക്ഷത്തിൻ്റെ നയം അനുകൂലമാവാത്തതായിരുന്നു വലിയ പ്രശ്നം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ നടക്കാൻ പോകുന്ന എറണാകുളത്തെ വ്യവസായ ഇവൻറ്റിൽ പ്രതിപക്ഷ നേതാവുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ജിമ്മിലോ എമർജിങ് കേരളയിലോ അന്നത്തെ പ്രതിപക്ഷം പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് ADB, വേൾഡ് ബാങ്ക്, മറ്റവരൊക്കെ വന്ന് പ്രൊഫഷണൽ ഏജൻസികൾ വന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വരും. ഏതെങ്കിലും ഒരു സിറ്റിങ്ങിൽ അവർ സഹകരിച്ചു. ആൻ്റണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവർ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ വേൾഡ് ബാങ്കിൻ്റെ പദ്ധതികൾ വന്നപ്പോൾ ഞങ്ങൾ സഹകരിച്ചു. കേരളത്തിന് പണം കിട്ടുകയല്ലേ എന്ന് വിചാരിച്ചു. ഒരിക്കലും സഹകരിക്കാത്ത നെഗറ്റീവായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നം. അതിലിപ്പോൾ അവർക്ക് പശ്ചാത്താപം തോന്നി, അത് തിരുത്തേണ്ടതാണ് എന്ന് തോന്നി. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ റോഡുകൾ, വലിയ റോഡുകൾ കെട്ടുന്നതിന് അനുകൂലിക്കുന്നു. 10 വർഷം കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെയുള്ള തിരുത്തലുകളാണ്. ആ തിരുത്തലുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർന്നു കൊണ്ടുപോവാം. അത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അവരുണ്ടാക്കിയ വലയാണ് കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ ആ തൊപ്പി അവർക്കാണ്. ഈ നോക്കുകൂലിയും അതുപോലെ തന്നെ ആ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത് അവരായിരുന്നു, അല്ലാതെ UDF ഗവൺമെൻറ്റുകൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന മാറ്റം കാര്യമായിട്ട് ഈ ബഹളത്തിനിടയിലും ഞങ്ങളുണ്ടാക്കി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അതാണ്. TV തോമസിന് ശേഷം എടുത്തു കാണിക്കത്തക്ക, അന്ന് കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു. അതിന് ശേഷം എടുത്തു കാണിക്കുക ഒരു സംഭവം കേരളത്തിലുണ്ടെങ്കിൽ അത് കിൻഫ്ര പാർക്കുകളാണ്. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ കിൻഫ്ര പാർക്കുകളകത്താണ്. അന്ന് 91 വ്യവസായ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി അക്വയർ ചെയ്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരു വലിയ ശ്രമം നടത്തുന്നത്. അതാണ് കിൻഫ്ര. അതുപോലെ IT-യിൽ വന്ന വലിയ മാറ്റമാണ് അക്ഷയ. അതിനെ തുടർന്നാണ് സാക്ഷരതയിൽ നമ്മൾക്ക് കുതിപ്പുണ്ടായത്. അതിനെ തുടർന്നാണ് ഡിജിറ്റൽ ഫോണുകൾ വ്യാപകമായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഡിജിറ്റൽ കേരളമായി മാറുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നതാണ് ഇവിടെ വലിയ ഒരു ടെക്നോളജി രംഗത്ത് ഒരു വലിയ കുതിപ്പിന് കാരണമായത്. അതായത് തീർച്ചയായും ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ അവകാശവാദം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം. വേറൊരു സബ്ജക്റ്റ് പറയാനുള്ളത്
പേരിനും കൂടി പറയാം, എന്നിട്ട് ചോദിച്ചോ. അതായത് ഇപ്പോൾ കേരളത്തോട് കാണിച്ച ഈ പക്ഷപാതം, നമ്മുടെ വയനാട് ദുരന്തത്തിൽ തന്ന പൈസ ഇത്രാന്തിൻ്റെ ഉള്ളിൽ ചിലവാക്കണം, ഇല്ലെങ്കിൽ മടക്കിത്തരണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അപമാനകരമാണ്.